പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. എറണാകുളം കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചുവെന്ന് കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്ന് പരാതി. മുൻ CPM കൗൺസിലറുടെ പിതാവ് ശിവൻ നായരെയാണ് ഒഴിവാക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസ് നേതാവ് അജി പുതിയമാമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരാൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ മരിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടിക തള്ളാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു ജോലിക്കാരി ഇവിടെ വന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. PR അജി പുതിയാമടം എന്നൊരാളാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 7-ാം തീയതി അത് നീട്ടി 12-ാം തീയതി ആക്കി. ആ തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തള്ളാനുള്ള അവസരം ഉണ്ടായിരുന്നു. 12-ാം തീയതി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്ത പരാതിയുടെ വെളിച്ചത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഹിയറിങ്ങിനാണ് വന്നുകൊണ്ടിരുന്നത്. അവിടെ താമസിക്കുന്ന ഒരാൾ ജീവിച്ചിരിപ്പെടും എന്ന് പറയാണ്ട് വെറുതെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് ഒരാൾ എഴുതി കൊടുത്തു, മറ്റൊരാളൊരു പിന്താങ്ങിയും കൊടുത്തുള്ള ഒരു അപേക്ഷയാണ് മുനിസിപ്പാലിറ്റി കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അജിയുടെ പേര് ഇതിൻ്റെ അകത്തുണ്ട്. വേറുള്ള അനിൽകുമാർ TK എന്ന ഒരാളാണ് പിന്താങ്കുഞ്ഞ്. അവർ രണ്ടുപേരാണ് എഴുതി കൊടുത്തത്. രണ്ടുപേരും കോൺഗ്രസിൻ്റെ ആളാണ്. അവർ ഏത് തസ്തിയിലാണെന്ന് നമുക്കറിയാൻ പാടില്ല. നമുക്കിപ്പം SS ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ചിങ്ങം. ശരൺ, എന്തായാലും ഇത് വളരെ കൗതുകകരമായൊരു വാർത്തയാണ്. ശിവൻ നായർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് അജി പുതിയമാമൻ ഒരു പരാതി കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ ഒരു നോട്ടീസ് കിട്ടുന്നു. ഈ അജിക്ക് ശരിക്കും ശിവൻ നായരെ അറിയില്ലായിരുന്നോ? ഇയാൾ ജീവനോടെ ഉണ്ട് എന്നുള്ള വിവരം? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും കൗതുകത്തിനൊപ്പം തന്നെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് കുടുംബം ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അജി പുതിയ മഠത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ശിവനായരുടെ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 29-ാം നമ്പർ വാർഡിലെ വോട്ടറാണ് ശിവൻ നായർ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വോട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ 79 വയസ്സാണുള്ളത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു നോട്ടീസ് ലഭിക്കുന്നത്. ഹിയറിങ്ങിന് ഹാജരാക്കണം. അതായത് കഴിഞ്ഞ ദിവസം അജി പുതിയ മഠം എന്നുള്ള ആൾ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് പരാതി വന്നിരിക്കുന്നത്. അത് ബോധ്യപ്പെടുത്താനായിട്ട്, അതായത് ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താനായിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് വരണമെന്നുള്ള ആവശ്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത്. ഇതാണ് ഇപ്പോൾ കുടുംബം വലിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുടുംബം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് സംശയമാണെന്നുള്ളതാണ്. കാരണം അജി പുതിയ മഠം എന്ന് പറയുന്ന ആള് കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ശിവൻ നായർ എന്ന ആൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിൽ മരണപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു പരാതി നൽകി എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇത് ഒരു വാർഡിൽ മാത്രമല്ല, മറ്റ് പല വാർഡുകളിലും കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ പരാതി നൽകുന്നുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളെ മരണപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഇപ്പോൾ കുടുംബവും CPM എല്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. താങ്ക് യു ശരൺ. നല്ല പച്ചക്കിരിക്കുന്ന മനുഷ്യൻ, രാവിലെ പോലെ നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുന്ന മനുഷ്യൻ ശിവൻ നായർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അജി പുതിയ മഠം പോയിട്ട് പരാതി കൊടുത്തത്. എന്നിട്ടൊരു നോട്ടീസും കൂടി മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുന്നു. താങ്കൾ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്നത് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അജി ജീവനോടെ പച്ചക്കിരിക്കുന്നൊരു മനുഷ്യനില്ല. ആ മനുഷ്യനൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞിങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നുള്ളതാണ്. ആ മനുഷ്യനെന്ത് പ്രയാസം ഉണ്ടായി കാണും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുകയാണ് ജീവനോട് ഇരിക്കുമ്പോൾ. ഇതൊക്കെ ബീഹാറിൽ നടന്നു. 7 പേര് മരിച്ചു എന്ന് പറഞ്ഞ് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കി. രാഹുൽ ഗാന്ധി മരിച്ചവർക്കൊപ്പം ഇരുന്ന് ചായയും കുടിച്ചു.